നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 1115 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂം ഉൾപ്പെടുന്ന പ്ലാനും അതിൻ്റെ 3D എലിവേഷനും 3D ഫ്ലോർ പ്ലാനുമാണ് നോക്കുന്നത്. വീട് ഫേസ് ചെയ്യുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. ഈ ഒരു പ്ലാനിൻ്റെ ഈ ഒരു ഭാഗം മുതൽ ഈ ഒരു ഭാഗം വരെ 11.36 മീറ്ററും ഈ ഒരു ഭാഗം മുതൽ ഈ ഒരു ഭാഗം വരെ 11.62 മീറ്ററാണ് വരുന്നത്. കുറഞ്ഞതൊരു 5 സെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്രയൊക്കെയാണ് ഈ ഒരു പ്ലാനിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് 3D എലിവേഷൻ കാണാം. ശേഷം ഫർണിച്ചറൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം 3D ഫ്ലോർ പ്ലാൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണ് പ്ലാനിൻ്റെ എക്സ്റ്റീരിയർ എലിവേഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. കണ്ടംപററി സ്റ്റൈലാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. കളർ പാറ്റേൺ ഗ്രേ വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വാളിൽ ബ്രിക്കിൻ്റെ ടെക്സ്ചറും ഈ ഒരു വാളിൽ മുഴുവനായിട്ട് സിമെൻറ്റിൻ്റെ ടെക്സ്ചറുമാണ് കൊടുത്തിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് ഈ ഒരു എക്സ്റ്റീരിയർ 3D എലിവേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഫർണിച്ചറൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷമുള്ള 3D ഫ്ലോർ പ്ലാൻ എങ്ങനെയുണ്ടാവും നോക്കാം. ഇതാണ് ഫർണിച്ചറൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷമുള്ള 3D ഫ്ലോർ പ്ലാൻ. സിറ്റൗട്ട് നോക്കാം. സിറ്റൗട്ടിൻ്റെ വീതി 565 നീളം 334 വരുന്നത്. ഈ ഭാഗത്തും അതുപോലെ തന്നെ ഈ ഭാഗത്തും നമുക്ക് ചെയർ പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് കണ്ടെത്തിയിട്ടുണ്ട്. ലിവിംഗ് റൂമിലേക്ക് കൂടുതൽ കാറ്റും വെളിച്ചം കിട്ടാനായിട്ട് ഈ ഒരു വാളിൽ നിന്ന് 3 പാളിയുടെ ഒരു വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. ഡൈനിങ്ങിലേക്ക് കൂടുതൽ വെളിച്ചം കിട്ടാനായിട്ട് ഈ ഒരു വാളിൽ നിന്ന് 3 പാളിയുടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ മെയിൻ ഡോർ വരുന്നത്. മെയിൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് തെക്ക് ഭാഗത്തേക്കാണ്. വീട് ഫേസ് ചെയ്യുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു ഭാഗം കുറച്ച് പ്രൈവസി കിട്ടുന്ന ഒരു ഏരിയയാണ്. ഇത് കുറച്ചുകൂടി ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയയാണ്. ലിവിംഗ് റൂം നോക്കാം. ലിവിംഗ് റൂമിൻ്റെ വീതി 300 നീളം 400 സെൻറ്റിമീറ്ററാണ് വരുന്നത്. ഈ ഭാഗത്ത് നമ്മൾ സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോഫി ടേബിൾ, ഈ ഒരു വാളിൽ TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഫ്ലോർ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. 2 വാളുകളിലായിട്ട് കാറ്റും വെളിച്ചം കിടക്കാനായിട്ട് വിൻഡോസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം നോക്കാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ഫസ്റ്റ് ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ വീതി 300 നീളം 380 സെൻറ്റിമീറ്ററാണ് വരുന്നത്. കിങ് സൈസ് കോട്ട് തെക്ക് ഭാഗത്തേക്ക് ഹെഡ് ബോർഡ് വരുന്ന രീതിക്കാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ഫ്ലോർ ലാമ്പും ഇവിടെ ബെഡ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്ലൈഡിംഗ് വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാറ്റും വെളിച്ചം കിടക്കാനായിട്ട് 3 പാളിയുടെ ഒരു വിൻഡോ കിഴക്ക് ഭാഗത്തേക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്ന ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെ വീതി 150 നീളം 180 സെൻറ്റിമീറ്ററാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സെക്കൻഡ് ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ബെഡ്റൂമിൻ്റെ വീതി 300 നീളം 370 സെൻറ്റിമീറ്ററാണ് വരുന്നത്. കിങ് സൈസ് കോട്ട് തെക്ക് ഭാഗത്തേക്കാണ് ഹെഡ് ബോർഡ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്ലോർ ലാമ്പും ബെഡ് ലാമ്പും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മൾ വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡ്രസ്സിംഗ് ടേബിളും കൊടുത്തിട്ടുണ്ട്. കാറ്റും വെളിച്ചം കിട്ടാനായിട്ട് 2 വാളുകളിലായിട്ട് 3 പാളി വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. ഇൻഡോർ പ്ലാന്റും ഈ ഒരു റൂമിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കിച്ചണിലേക്ക് കിടക്കാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കിച്ചൻ്റെ വീതി 300 നീളവും 300 തന്നെയാണ് വരുന്നത്. എൽ ഷേപ്പിലാണ് സ്ലാബ് വരുന്നത്. സ്ലാബിന് താഴെയായിട്ട് ക്യാബിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മേളിലും ക്യാബിനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ വാഷ് ഏരിയ വരുന്നുണ്ട്. ഇവിടെ ഗ്യാസ് വരുന്നുണ്ട്. അതായത് വർക്ക് സ്പേസ് ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 2 സിംഗിൾ പാളി വിൻഡോ ആണ് കാറ്റും വെളിച്ചം കിടക്കാനായിട്ട് കിച്ചണിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് വർക്ക് ഏരിയ നോക്കാം. ചെറിയൊരു വർക്ക് ഏരിയ ആണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വർക്ക് ഏരിയയുടെ വീതി 300 നീളം 220 സെൻറ്റിമീറ്ററാണ് വരുന്നത്. എൽ ഷേപ്പിലാണ് സ്ലാബ് വരുന്നത്. താഴെ കബോർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മുകളിലും കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 2 പാളിയുടെ ഒരു കിച്ചൺ വിൻഡോ ആണ് വെളിച്ചത്തിനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡോർ തുറക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. നമുക്ക് ഡൈനിങ്ങിലേക്ക് വരാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഡൈനിങ്ങിൻ്റെ വീതി 335 നീളം 294 വരുന്നത്. 6 സീറ്റർ ഡൈനിങ് ടേബിളാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ വോളിലായിട്ട് നമ്മൾ 4 പാളിയുടെ ഒരു വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു കോമൺ ടോയ്ലറ്റാണ് വരുന്നത്. കോമൺ ടോയ്ലറ്റിൻ്റെ വീതി 130 നീളം 180 വരുന്നത്.
നമുക്ക് ഈ ഒരു പ്ലാനിലേക്ക് അഡീഷണലായിട്ട് സ്റ്റെയർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളത്. 1115 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂം ഉൾപ്പെടുന്ന പ്ലാനും അതിൻ്റെ 3D എലിവേഷനും 3D ഫ്ലോർ പ്ലാനുമാണ് നമ്മളിന്ന് കണ്ടത്. എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. ഇനിയിപ്പോൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു പ്ലാനിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചാലും മതി. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മുൻപും ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, എല്ലായിടത്തും ഒന്ന് കാണുക. ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.